ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിതപ്പെടുമാറാകട്ടെ. പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. 58-ാം സങ്കീർത്തനം 11-ാം വാക്യം. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതയാമത്തിൽ ഒരു പ്രത്യാശയുടെ വചനം അടങ്ങിയ ഒരു വേദഭാഗം നമ്മുടെ ചിന്തയ്ക്കായി ദൈവാത്മാവ് നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 58-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു വാചകം, സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ജീവിതം ഒരു താളത്തിന് അല്ലെങ്കിൽ രാഗത്തിന് അധിഷ്ഠിതമാണ്. നമ്മുടെ അപേക്ഷകൾ അതിനൊരു താളമുണ്ട്, നമ്മുടെ സംഗീതത്തിന് ഒരു താളമുണ്ട്, നമ്മുടെ ആരാധനയ്ക്ക് ഒരു താളമുണ്ട്, നമ്മുടെ സംസാരത്തിന് ഒരു താളമുണ്ട്, നമ്മുടെ നടത്തത്തിന് ഒരു താളമുണ്ട്. താളം തെറ്റിയാൽ മനുഷ്യൻ അധോപാതാളത്തിലേക്കുള്ളതായ വീഴ്ച പോലെ അവൻ്റെ വീഴ്ച ഭയങ്കരമായിരിക്കും. താളം തെറ്റിയ ജീവിതങ്ങളെ നമുക്ക് ധാരാളം നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ സംസാരത്തിലും ഒരു ചുമയ്ക്ക് പോലും ശബ്ദത്തിന് ഒരു മനുഷ്യൻ്റെ താളം മറ്റു മനുഷ്യനേക്കാൾ വ്യത്യസ്തമാണ്. സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പിതാക്കന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് മറ്റ് കവലകളിൽ നിന്നൊക്കെ സന്ധ്യയ്ക്ക് വീട്ടിൽ വരുവാൻ അല്പം വൈകും. സന്ധ്യ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അമ്മയും കുഞ്ഞുങ്ങളും അപ്പന് വേണ്ടി കാത്തു നിൽക്കും. അങ്ങ് ദൂരെ വിളക്കിൻ്റെ വെളിച്ചങ്ങളൊന്നും ഇല്ലാതിരുന്നതായ കാലത്ത്, അന്ന് ഇലക്ട്രിസിറ്റിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, ഒരുപക്ഷെങ്കിൽ ഇരുട്ടത്ത് ദൂരെ നിന്ന് നടന്നു വരുന്ന അപ്പൻ എങ്ങനെയാണ് അപ്പൻ വരുന്നതെന്ന് അറിയുന്നതെന്നറിയാം. അപ്പൻ ദൂരെ വരുമ്പോഴേ ഒന്ന് ചുമയ്ക്കും. അപ്പൻ്റെ ചുമയ്ക്ക് ഒരു പ്രത്യേക താളമാണ്. അയൽവക്കത്തെ അപ്പൻ്റെ ചുമയ്ക്ക് അത് വേറൊരു താളമാണ്. അമ്മയുടെ സംസാരത്തിന് ഒരു താളമുണ്ട്. അമ്മയുടെ ശിശുവിന് പ്രസവിച്ച കുഞ്ഞിൻ്റെ താളം അമ്മയ്ക്ക് മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. ഒരമ്മയുടെ സംസാരവും അമ്മയുടെ ആ സ്വഭാവത്തിൻ്റെ താളവും അമ്മ പ്രസവിച്ച അമ്മയുടെ പാൽ കുടിച്ച കുഞ്ഞിന് വളരെ വ്യക്തമായി തിരിച്ചറിയുന്നതിനിടയായിത്തീരും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മക്കളുടെ അപേക്ഷയുടെ താളം, രാഗം നന്നായി തിരിച്ചറിയാം. ദാവീദ് ഇവിടെ പറയുകയാണ്, നശിപ്പിക്കരുതേ. അങ്ങനെ ദൈവത്തോട് നശിപ്പിക്കരുതേ എന്ന് പറയുന്നതായ ഒരു പാട്ടിന് ഒരു താളം, മനുഷ്യൻ ഉപയോഗിക്കുന്ന സംഗീതത്തിൻ്റെ വരികളുടെ അർത്ഥത്തേക്കാൾ താളത്തിന് അർത്ഥമുണ്ട്. നാം ഒരു വ്യക്തിയോടൊരു കാര്യം ചോദിച്ചാൽ നാം ആ ചോദിക്കുന്ന വാക്കുകളുടെ താളത്തിനനുസരിച്ചാണ് മറുവ്യക്തിയിൽ നിന്നും നമ്മുടെ അടുത്തുള്ള മറ്റു വ്യക്തികളിൽ നിന്നുള്ളതായ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് തിരികെ വരാം. നീതിമാൻ ഒരു പ്രതിഫലം ഉണ്ട് നിശ്ചയം എന്ന ഒരു പ്രത്യേക രാഗത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പാടിക്കൊണ്ട് പറയുകയാണ്. എൻ്റെ സ്വർഗത്തിൽ മാത്രം പ്രതിഫലം വെച്ചിരിക്കുന്നു എന്നൊരു ചിന്തയാണ് നിനക്കുള്ളതെങ്കിൽ അത് തെറ്റാണ്. ഈ ഭൂമിയിലും നീതിമാന് പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അതുപോലെ തന്നെ നീതിമാന്മാർ ഈ ഭൂമിയിലും അവൻ്റെ സന്തതി ചില നീതി പ്രവൃത്തികളെ കാണുവാൻ ദൈവം ഇടയാക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നത്. ഒരിക്കൽ ഒരു മാന്യനായ വ്യക്തി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും നീതിക്ക് വേണ്ടി നിന്ന് അനേക പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. താൻ നീതിക്ക് നീക്കും തോറും തൻ്റെ ജീവിതത്തിൽ എപ്പോഴും അതിന് വിപരീതമായ പ്രതിഫലങ്ങളാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ കണ്ട് പ്രതികൂലങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയി. അയ്യോ, ഞാൻ എത്ര നീതിക്ക് വേണ്ടി നിന്നിരുന്നാലും എത്ര നന്മ ചെയ്തിരുന്നാലും എനിക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേൽക്കുന്നല്ലോ, എൻ്റെ വീട്ടുകാരും എഴുന്നേൽക്കുന്നല്ലോ. അങ്ങനെ വന്ന് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളും ഭാര്യയും തനിക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ ഭവനത്തിൽ നിന്ന് വെളിയിൽ അല്ലെങ്കിൽ ദുഃഖത്തോടെ കണ്ണുനീരോടുകൂടെ ഇറങ്ങിപ്പുറപ്പെടേണ്ടതായ ഒരു ഗതികേടിലായി. താളം തെറ്റിയ ജീവിതം വിഷണ്ണനായി മൂകനായി ഒരു ഭ്രാന്തനെ പോലെ കവലകളിലും ദേശങ്ങളിലും എല്ലാം ചുറ്റി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു വഴിപ്രസംഗി അവിടെ നിന്നും കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. 58-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം, ആകയാൽ നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം.
ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. താളം തെറ്റിയ ജീവിതം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഒരു ഭ്രാന്തനെ പോലെ കണ്ണുമിഴിച്ച് നോക്കി നിന്നു. പല പ്രാവശ്യം കേട്ടു. വീണ്ടും ആ പ്രസംഗി ആവർത്തിച്ച് ആരോടൊന്നില്ലാതെ പറയുകയാണ്, നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യനിലേക്ക് തെറ്റിയ താളങ്ങൾ തിരികെ വരാൻ തുടങ്ങി. നോക്കൂ, ഒരു ശിശു താളം നന്നായി കൊടുത്താലേ ശിശു ഉറങ്ങും. താളം തെറ്റിയാൽ ശിശു പെട്ടെന്ന് ഉണർന്നെഴുന്നേൽക്കും. ആ ശിശുവിൻ്റെ താളം ഉറങ്ങുവാൻ തക്ക താളമാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ശിശുവിൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ചില സിഗ്നൽ തരും. ആ താളത്തിനനുസരിച്ച് ആ തള്ളവിരൽ അനങ്ങും. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണുന്നതിനിടയായി. അതിൻ്റെ കാരണം അവനിലെ രക്തധമനികൾ ആ പാടുന്ന പാട്ടുകളുടെ കേൾക്കുന്ന താളങ്ങൾക്കനുസരണമായി ആ താളത്തിന് അനുയോജ്യമായ രക്തധമനികളും പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. ആ താളം ഒന്ന് തെറ്റിച്ചൊന്ന് കൊട്ടിക്കാട്ടെ, കൈയൊന്ന് കൊട്ടിക്കാട്ടെ, അബലമായി കൊട്ടിക്കാട്ടെ, കുഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേക്കും. കാരണം താളം തെറ്റി. ഈ വഴിപ്രസംഗിയുടെ വായിൽ നിന്ന് വന്നതായ പ്രസംഗം നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം എന്നത് നീതിക്ക് വേണ്ടി നിന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു താളം സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. നശിപ്പിക്കരുത് എന്നുള്ളതായ ഒരു വാക്കിന് ഒരു താളം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ജീവിതത്തിൽ നശിക്കുവാൻ വേണ്ടി ചില ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അവൻ പോയി ആത്മഹത്യക്ക് വേണ്ടി അവൻ ചില ദിവസങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്ന ചില സമയങ്ങൾ. ആ സമയത്താണ് അവൻ്റെ ഹൃദയത്തിൽ ഒരു താളം കയറി വരുന്നത്. ആ താളത്തിൻ്റെ അർത്ഥം നശിപ്പിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുന്ന വാക്കുകൾക്കും താളമുണ്ട്. ഈ ഭൂമിയിലും ദൈവം ചില നീതി പ്രവൃത്തികൾ നിന്നെ കാണിക്കും എന്നുള്ളതിന് ഒരു താളമുണ്ട്. അദ്ദേഹം യാഥാർത്ഥ്യമായ താളങ്ങളിലേക്ക് തിരികെ വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായി. തനിക്ക് എതിരായി നിന്ന മനുഷ്യർ ഓരോരുത്തരായി അനുകൂലമായി മാറുവാൻ തുടങ്ങി. ഒടുവിൽ തനിക്കെതിരായി കോടതിയിൽ കൊടുത്തിരുന്നതായ അനേക കേസുകൾ തനിക്ക് അനുകൂലമായി വിധി വരികയുണ്ടായി. തന്നെ സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ഭാര്യയും മക്കളും തന്നെ വന്ന് ചേർത്ത് തൻ്റെ സന്നിധിയെ തൻ്റെ കാൽക്കൽ വീണ് ക്ഷമയോയ്ക്കുന്നതിനിടയായിത്തീർന്നു. കാരണം എന്താണെന്നറിയാമോ? നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം എന്ന താളം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത കടന്നു വരുമ്പോൾ, ലോകത്തിൽ ഒരിക്കലും ഇനി ഭൂമിയിൽ നമ്മൾ നീതി കണ്ടെത്തുകയില്ല എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ താളം തെറ്റും. താളം തെറ്റിയാൽ മനുഷ്യർ മൂകരാകും, മനുഷ്യർ വിഷണ്ണരാകും, അവനെന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ. അങ്ങനെയാണ് ചിലരൊക്കെ മൗനവാസികളായി തീരുന്നത്. അവരുടെ താളം തെറ്റിപ്പോയി. നോക്കൂ, അവരെ നിങ്ങൾ താളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നോക്കൂ. അവർക്ക് നീതി ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നിന്റെ വാക്കുകളുടെ താളങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നീ അവനോട് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ആ ബുദ്ധി ഉപദേശത്തിന് ഒരു താളം വേണം. എന്താണെന്നറിയാമോ? നശിപ്പിക്കരുതേ കർത്താവേ, ആ പൈതലിനെ നശിപ്പിക്കരുതേ, ഈ ദേഹിയെ നശിപ്പിക്കരുതേ, ഈ സഹോദരനെ നശിപ്പിക്കരുത്, ഈ സഹോദരിയെ നശിപ്പിക്കരുത്, എൻ്റെ അപ്പനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ നശിപ്പിക്കരുത് എന്നുള്ളതായ ഒരു താളത്തിന് ജീവനുണ്ട്, ജീവശക്തിയുണ്ട്. താളം തെറ്റിയ ജീവിതങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ താളം തെറ്റിയ ജീവിതങ്ങളോട്, താളം തെറ്റിപ്പോകുന്ന ചിന്തകളോട്, താളം തെറ്റിയ വിശ്വാസങ്ങളോട്, താളം തെറ്റിയ ആത്മീക മണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവം നിന്നോട് പറയുന്നു, ഈ ഭൂമിയിൽ നിനക്ക് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് നിന്റെ നീതിക്ക് തക്കതായ വിധി ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ഒരു പ്രതിഫലമുണ്ട്. അവന്റെ നീതി അത് അവൻ നഷ്ടപ്പെട്ടു പോകുകയില്ല. അവൻ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ അവസാന തുള്ളി രക്തം വരെയും നീതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തി, അവനിൽ തെറ്റിപ്പോയ താളങ്ങൾ അവനിൽ തിരികെ വരുന്നതിനിടയായി തീരും. നശിപ്പിക്കരുതേ എന്നുള്ളത് ഒരു രാഗത്തിന്റെ അകമ്പടിയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവിയ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തിലും അനേക വീഴ്ചകൾ, താഴ്ചകൾ, നാശത്തിന്റെ വക്കുകളിൽ നീ എത്തി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഒരു താളമുണ്ട്. നശിപ്പിക്കരുത്, നശിപ്പിക്കരുത് കർത്താവേ. സ്തോത്രം. നീ നിനക്ക് വേണ്ടി മാത്രമല്ല,